ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ വാമപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഞാൻ സാധാരണ വാമപ്പ് കാണിക്കാറില്ല അല്ലേ, അധികം എക്സസൈസിൻ്റെ നടുവെന്നൊക്കെയാണ് ഞാൻ കാണിക്കാറ്. അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ വാമപ്പ് ഒന്നും കാണിക്കാറേ ഇല്ല, ഇവള് ചെയ്യുന്നില്ലേന്ന്. അത് വേണ്ട, ഏതായാലും ഞാൻ വാമപ്പൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങുക കേട്ടോ. അല്ലെങ്കിൽ വാമപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൻ്റെ അവിടെ കൊളുത്തിപ്പിടിക്കും. അതുകൊണ്ട് വാമപ്പൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളെ മുന്നിൽ വന്നിട്ടില്ല, അപ്പോൾ ഞാൻ അതിനെല്ലാവരോടും ക്ഷമ പറയുകയാണ് കേട്ടോ. എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ ക്ഷമ പറയുകയാണ്. ഇന്നലെ എനിക്ക് വരാൻ പറ്റാത്തത് മോനിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അപ്പം ചില ദിവസങ്ങളിൽ അവനോടൊപ്പം കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെ വേണം, അല്ലെങ്കിൽ അവൻ പഠിക്കും അവൻ, പക്ഷെ ഞാൻ ഇരിക്കുന്നതാണ് അവന് സന്തോഷം. അപ്പം അങ്ങനത്തെ ദിവസം കുറച്ച് തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് ചിലതൊക്കെ എനിക്കറിയാത്തതൊക്കെ എൻ്റെ മോനാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് തരാം. അപ്പം ആ ഭാഗങ്ങളെ അപ്പോൾ അവന് ഈ എക്സാമിൻ്റെ സമയത്ത് ഇതൊന്ന് എഡിറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നു. അതും തെറ്റല്ലേ, അവന് ഇഷ്ടംപോലെ പഠിക്കാനുള്ള സമയമല്ലേ. അപ്പം അതുകൊണ്ടൊക്കെയാണ് കേട്ടോ, തിരക്കുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരാണ്ടിരുന്നത്. പിന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയിറ്റ് കാണിച്ചുകൂടെയെന്ന്. വെയിറ്റ് ഞാൻ 3-ാമത്തെ ദിവസം ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു 600 ഗ്രാമോളം കുറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും 15-ാമത്തെ ദിവസം ഞാൻ കാണിക്കാം എൻ്റെ വെയിറ്റ് എത്ര കുറഞ്ഞു എന്നുള്ളത്. അപ്പം ഞാനും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ നോക്കാറില്ല, കാരണം അത് നോക്കുമ്പം ഒരിക്കലൊരു ടെൻഷൻ വരും. അതുകൊണ്ട് ഞാനിപ്പം നോക്കാറില്ല. 15-ാമത്തെ ദിവസം ഞാൻ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇതൊക്കെ ഇതാണ് കേട്ടോ, വാമപ്പിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. പിന്നെന്താ, നമുക്ക് ഈ ചിട്ടയായ ഭക്ഷണ രീതിയും കൃത്യമായ വ്യായാമമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ ശരീരഭാരം കുറയും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിന് ഒരു കനം കുറഞ്ഞ പോലെ തോന്നാറുണ്ട് കേട്ടോ, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം കനമുള്ള സമയത്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ, പക്ഷെ ഒരു എനർജിയൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരുമ്പോൾ മറ്റേതൊരു ക്ഷീണം, ഒരു മടി ഒക്കെ വരും. ഇപ്പോൾ മടിയൊക്കെ കുറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ഈ ഒരു 10 ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ എന്നോടൊപ്പം ഉണ്ടോ ഇത് ചെയ്യാൻ? കുറച്ച് വളരെ കുറഞ്ഞ പേരൊക്കെ ലൈക്ക് ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. എന്നാലും ആ ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇത് കാണുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്, എന്നോടൊപ്പം കൂടുന്നുള്ള പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട് കേട്ടോ. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള എക്സസൈസ്. ഞാനിപ്പോൾ ഇത് വാമപ്പ് കഴിഞ്ഞിട്ട് മെയിൻ എക്സസൈസിലേക്ക് കടന്നു കേട്ടോ. അതും സിമ്പിൾ തന്നെയാണ് കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സസൈസുകൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹെവി എക്സസൈസ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ എനിക്ക് വേദന എടുക്കും. അപ്പോൾ ഇത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ചെയ്യുമ്പോൾ എനിക്ക് വേദനയില്ല, അതിനോട് ഒരു ഇഷ്ടമുണ്ട്. ദിവസം രാവിലെ എണീറ്റ് ഇത് ചെയ്യണം എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ കൃത്യം 5 മണിക്ക് ഞാൻ ഉണരും. അപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതോടുകൂടെ ഞാൻ എന്തായാലും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു മണിക്കൂർ, ഇപ്പോൾ ഏകദേശം ഒരു 5-5:15 പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 6-6:05 വരെയൊക്കെ ഞാൻ എക്സസൈസ് കേട്ടോ. പിന്നെ ഒരു 5-10 മിനിറ്റ് ഞാൻ എന്ത് ചെയ്യും, വെറുതെ ഒന്ന് ഇരിക്കും. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക. പക്ഷെ ഇന്നൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം മോന് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ പണി തീർക്കാൻ നോക്കും. കാരണം മോനെ ഒന്ന് വീട്ടിലെ ജോലിയും ചെയ്തിരുന്നാൽ അവനെ ഒന്ന് ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലല്ലോ, അവൻ്റെ കൂടെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് കാലിൻ്റെ ചലനങ്ങൾ സാറ് പറയും, മണിലാൽ സാറില്ലേ, അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടാണല്ലോ ഞാൻ ചെയ്യാറ്. അദ്ദേഹം പറയുന്നത് നമ്മളെ കാലിൻ്റെ ചലനങ്ങൾ നമ്മളെ അനാവശ്യമായിട്ടുള്ള ഫാറ്റ് കുറയാനും കലോറി കുറയാനും വളരെ ഉത്തമമാണ് ഈ കാലിൻ്റെ ചലനം എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹത്തിൻ്റെ ഇതിൽ മുഴുവൻ ജോഗിങ്, മുഴുവൻ കാലിൻ്റെ ചലനങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തുകൊണ്ടുണ്ട്. ഇത് കണ്ടില്ലേ, കൈയിൻ്റെ ഫാറ്റ് പോകാനും മുതുകിലെ ഫാറ്റ് പോകാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ എക്സസൈസ്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ലേ, സിമ്പിളല്ലേ. എന്നാലോചിച്ച് നോക്കുക, എവിടെയും കൊളുത്തി പിടിക്കുകയോ അല്ലെങ്കിൽ എവിടെയും നമ്മൾ ചില വലിയ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ചെറിയ എക്സസൈസാന്ന് വെച്ചിട്ട് നമുക്ക് ഗുണമില്ല എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതിൻ്റേതായ ഗുണങ്ങളുണ്ട്. നമുക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും. പക്ഷെ എന്ത് എക്സസൈസ് ചെയ്താലും നമ്മൾ ഭക്ഷണം കുറയ്ക്കണം. അപ്പോൾ എക്സസൈസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഹെവി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെയും വെയിറ്റ് കൂടുകയല്ലേ ചെയ്യുക.
അപ്പോൾ എന്തായാലും ഭക്ഷണം നിയന്ത്രിച്ച് ഈ വ്യായാമങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വെയിറ്റ് കുറയാൻ പറ്റും, അത് ഉറപ്പാണ്. ചിലപ്പോൾ മോൻ്റെ പരീക്ഷ കഴിയുന്നവരെ ഞാൻ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നും എനിക്ക് ഇതുമായിട്ട് വരാൻ പറ്റില്ല, കാരണം മോൻ്റെ പരീക്ഷ നടക്കുന്നതുകൊണ്ടാണേ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചാലും ചിലപ്പോൾ എനിക്ക് രാത്രി എഡിറ്റ് ചെയ്ത് ഇടാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അവൻ്റെ കൂടെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്നെ കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഇടയ്ക്ക് ഞാൻ ഒന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു 15 ദിവസം എടുത്തത്. പക്ഷെ എനിക്കിപ്പം പരീക്ഷേൻ്റെ ആ തിരക്കായതുകൊണ്ടാണ് കേട്ടോ വരാൻ പറ്റാണ്ടായി പോയത്. ഇതൊക്കെ സിമ്പിളാണ്, കാണുമ്പോൾ നമുക്കൊരു ഡാൻസ് കളിക്കുന്ന പോലത്തെ ഒക്കെ ഒരു ഫീലിംഗ് അല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഡാൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല സുഖമല്ലേ, ഡാൻസ് ചെയ്യാമെന്ന് തോന്നും. ആ ഒരു ചെറിയൊരു മ്യൂസിക്കൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സന്തോഷത്തോടെ ചെയ്യാം. അതും രാവിലെ ആ തണുപ്പല്ലേ, നല്ല തണുപ്പിൻ്റെ സമയത്ത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം കുറച്ച് ചൂടാവും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ലൊരു സുഖം കേട്ടോ. നല്ലോണം വിയർക്കുന്നുണ്ട് കേട്ടോ, തണുപ്പാണെങ്കിൽ ഈ സമയത്ത് നല്ല വിയർപ്പൊക്കെയാണ്. ഇത് നമ്മളെ അടിവയറിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാനും നമ്മളെ വയറിനുള്ളിലെ പേശികളെ ബലപ്പെടുത്താനുള്ള ഒരു എക്സസൈസാണ് കേട്ടോ. ഈ എക്സസൈസ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെച്ചിങ് ആണ്. ഈ സ്ട്രെച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞു. ഇന്നത്തെ എക്സസൈസ് ഇവിടെ സമാപിക്കും. പിന്നെ ഞാൻ രാവിലെ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഉപ്മാവും ചെറുപയർ വേവിച്ചതുമാണ് കേട്ടോ രാവിലെ കഴിച്ചത്. അതിൽ ആ ചെറുപയറിൽ അല്പം തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ അതാണ് രാവിലെ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിശന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു റോബസ്റ്റ പഴം കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും, നല്ല പരിപ്പൊക്കെ ഇട്ട സാമ്പാറാണ് കേട്ടോ. സാമ്പാറും പിന്നെ ഉപ്പേരി, ക്യാരറ്റും പയറും കൂടെ ഉപ്പേരി, അതാണ് കഴിച്ചത്. ഇതിൽ നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്വാണ്ടിറ്റി ഉള്ള പോലെ തോന്നും കേട്ടോ ഭക്ഷണത്തിൻ്റെ, പക്ഷേ ഇല്ല കേട്ടോ. അത് ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് അധികം തോന്നുന്നതാണ്, ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഇതേപോലെ ഒരു റോബസ്റ്റ പഴം തന്നെയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ രാത്രിയായപ്പോൾ നമ്മളെ വെള്ളക്കടല ഒന്ന് വേവിച്ച് അതിൽ ക്യാരറ്റും ഉള്ളിയും പിന്നെ ഒക്കെ ഇട്ടിട്ട് ഒരു സാലഡാക്കി കഴിച്ചു. അത് കഴിച്ചാൽ നമ്മളെ വയറ് ഫില്ലായ പോലെ തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇന്ന് കഴിച്ചത്. അപ്പോൾ 3 നേരത്തെ ഫുഡും ഞാനിവിടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം, എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ. എനിക്ക് പറഞ്ഞില്ല, എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല, അറിയുന്ന പോലെ ഞാൻ പറയുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.